എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ലൈൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റും ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് ഇനി ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു റെക്ടാങ്കിൾ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, വേണമെങ്കിൽ എന്നല്ല ഒന്ന് വരച്ചോളൂ. റെക്ടാങ്കിൾ വരയ്ക്കാം, ജസ്റ്റ് റഫായിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. ഫസ്റ്റ് യു ഡ്രോ എ റെക്ടാങ്കിൾ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ. എന്നിട്ട് അതൊന്ന് ഈ സ്റ്റേറ്റ്മെന്റും അതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാണ്. ഫസ്റ്റ് വൺ, ദ ഡയഗണൽസ് ആർ ഈക്വൽ. അപ്പൊ ഡയഗണൽസ് ഒക്കെ ഈക്വൽ ആണോ? ഡയഗണൽസ് എന്താ? നമുക്കറിയാം അല്ലെ. ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് അല്ലെ. ഏത് ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് ആണ് ഡയഗണൽ അല്ലെ. അപ്പൊ ഡയഗണൽസ് ആർ ഈക്വൽ. ഡയഗണൽസ് ഈക്വൽ ആണ് പറയണോ? അപ്പൊ ഒരെണ്ണം ഞാൻ സാർ വരച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡയഗണലിൽ സാർ വരച്ചിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഡയഗണലിലും വരയ്ക്കാം. ഇനി ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാം. ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് രണ്ട് ഡയഗണൽ വരയ്ക്കുക. ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്തതാണ് എന്ത് ഡയഗണൽ, അറിയാലേ നമുക്ക്. അങ്ങനെ എന്നിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റ് തന്നെ അല്ലേ എന്ന് നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് അല്ലെ. അപ്പൊ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ രണ്ട് ഡയഗണലും അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഡയഗണലിലും എന്താണെന്ന് കിട്ടും? ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തെന്ന് പറയാം? കറക്റ്റ് ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായി? കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ദ ഡയഗണൽ ഓഫ് എ റെക്ടാങ്കിൾ ഓൾവേസ് ഇന്റർസെക്ട് ഈച്ച് അതർ. അപ്പൊ സാറ് എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു ഡയഗണൽ വരച്ചു, എന്നിട്ട് അടുത്തൊരു ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തായി? ഇന്റർസെക്ട് ചെയ്തു. ഇന്റർസെക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിമുട്ടി അല്ലെ. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റ്. ദ ഡയഗണൽസ് ആർ ഓൾവേസ് അൺഈക്വൽ. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പ്രൂവ് ചെയ്തതാണ് ഡയഗണൽസ് എന്താണ്? ഈക്വൽ ആണ്. പക്ഷെ ഇനിയിപ്പോ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവർ പറയുന്നത് അൺഈക്വൽ ആണ്. അപ്പൊ അൺഈക്വൽ ആണോ? അല്ല അല്ലെ. അൺഈക്വൽ അല്ലല്ലോ, ഈക്വൽ അല്ലേ. ഡയഗണൽസ് ഈക്വൽ ആണ്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അൺഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുകയോ? ഇല്ല. ഇനി അടുത്തത്, റെക്ടാങ്കിൾ ഹാവ് 4 കോർണേഴ്സ്. അത് കറക്റ്റ് ആണോ? നമുക്ക് നോക്കാം അല്ലെ. 4 കോർണേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ സാറ് ഒരെണ്ണം ഇതാണ്, ഇവിടെയാണ്. വേറെ കളർ കൊടുക്കാം അല്ലെ. കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, സാറ് ഒരെണ്ണം ഇവിടെ ഇതാണ് ഒരു കോർണർ. ഒന്നും കൂടി ക്ലിയർ ആക്കി. ഒരു കോർണർ, ഇത് രണ്ടാമത്തെ കോർണർ. അപ്പൊ രണ്ടെണ്ണമായി. എത്ര കോർണർ ഉണ്ടെന്ന് പറഞ്ഞാൽ 4. നോക്കാം. ഇത് 2 അല്ലെ, ഇത് 3. അപ്പൊ എത്ര കോർണറായി? 4. അപ്പൊ ഒരു റെക്ടാങ്കിളിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാം അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് ഈക്വൽ ആണ്, പിന്നെ ഡയഗണൽസ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ പഠിക്കുക ഡയഗണൽസ് ഈക്വൽ ആണ്. ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഓൾവേസ് ഇന്റർസെക്ട് ഈച്ച് അതർ. ശരിയാണ്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അൺഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല നമ്മള്. ഇനി റെക്ടാങ്കിൾ ഹാവ് 4 കോർണേഴ്സ്, അതും കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഫോർത്ത് വണ്ണും കറക്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് കറക്റ്റ്. അപ്പൊ ഫസ്റ്റ് എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇതേപോലെ വേണം എക്സാമിന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ. അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ
ഇതൊരു റെക്ടാങ്കിൾ തന്നെയാണ്. അപ്പൊ റെക്ടാങ്കിൾ നമുക്കൊരു വരയ്ക്കാം അല്ലെ. ഒരു റെക്ടാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റെക്ടാങ്കിൾ വരച്ചു. ഇനി ഇവർ പറയുന്നു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ റെക്ടാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഈക്വൽ ആയിരിക്കും അല്ലെ. ലെങ്ത് ആണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പം ഈ ഒരു ലെങ്ത് കൺസിഡർ ചെയ്തിരിക്കും. യു കൺസിഡർ ലെങ്ത്. അപ്പൊ ഈ രണ്ട് ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ. ഇത് രണ്ടും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എതിരുള്ളത് അല്ലെ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ. ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. ഇതേപോലെ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇതല്ലേ, അപ്പൊ അതും എന്താണ്? ഈക്വൽ ആണ്. മെഷർ ചെയ്ത് നോക്കുക കുട്ടികൾക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, മെഷർ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓൾ സൈഡ്സ് ഈക്വൽ ആണോ? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണെന്ന് സമ്മതിച്ചു. ഓൾ സൈഡ്സ് ഈക്വൽ ആണോ? അതും റെക്ടാങ്കിളില്. ഏതിലാണ് ഓൾ സൈഡ്സ് ഈക്വൽ ആവുന്നത്? സ്ക്വയറിലാണ് അല്ലെ. സ്ക്വയറിലാണ് എന്ത്? എല്ലാ സൈഡും ഈക്വൽ. സ്ക്വയർ എങ്ങനെയാ വരയ്ക്കുക? ഓക്കെ, ഇതൊരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആയി. പക്ഷെ റെക്ടാങ്കിൾ അങ്ങനെയാണോ? അല്ല. ഓക്കെ, അപ്പൊ എല്ലാ സൈഡും ഈക്വൽ അല്ല. അപ്പൊ സെക്കൻഡ് വല്ല തെറ്റാണ്. അവർ പറഞ്ഞ തെറ്റല്ലേ റെക്ടാങ്കിളിന്റെ കേസിൽ. അതുപോലെ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ബ്രെഡ്ത്ത്. അത് ശരിയാണോ? കറക്റ്റ് ആണ് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലെങ്ത് ഇതാണ് ബ്രെഡ്ത്തിനേക്കാൾ എന്താണ്? കുറച്ചും കൂടി ഗ്രേറ്റർ ആണ്, വലുതാണ് ലെങ്ത്. പക്ഷെ ഇവര് പറയണു ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെന്ന് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാണ്. ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ വലുത് തന്നെയാണ്. എല്ലാ സൈഡും ഈക്വൽ ആവില്ല. പിന്നെ അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. കറക്റ്റ് ആണ്. അപ്പോ 1ഉം 3ഉം ഈക്വൽ ആണ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? 1ഉം 3ഉം? അത് ഏത് ഓപ്ഷനിലാണ്? 6th ഓപ്ഷനിലാണ്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി സർക്കിൾ. അപ്പൊ റെക്ടാങ്കിൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, ഒന്ന് സർക്കിളിലേക്ക് പോവാം. സർക്കിൾ ആക്കാം. ഓക്കെ, സർക്കിൾ വരയ്ക്കാം അല്ലെ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ വരയ്ക്കാം, കാരണം നമ്മൾ വായിക്കാൻ പോണത് അവിടെയല്ലേ, മുകളിൽ തന്നെ. അപ്പൊ അതിന് താഴെ വരച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ സർക്കിളിന് ഡയാമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. ഡയമീറ്റർ ഉണ്ട്. അപ്പൊ ഇതിനൊരു സെന്റർ വേണം. അപ്പോ ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. ഒരു സെന്റർ ഇതാക്കി എടുക്കാം. ഇനി നമുക്ക് എന്ത് വേണം? ഒരു ഡയാമീറ്റർ ഉണ്ട്. അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെന്ററിലൂടെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈന് ഇതുപോലെ വരയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റേഡിയസ് പ്ലസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഡയമീറ്റർ. ഇതേപോലെ പാസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കോഡാണ് എന്ത്? ഡയമീറ്റർ. അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത് ഡയമീറ്റർ ഈസ് ടൈസ് ദി റേഡിയസ്. അത് നമുക്ക് ശരിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ് അല്ലെ. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ R+R ആണ്. കാരണം ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, സെയിം ആണ് അല്ലെ. രണ്ട് ലെങ്ത്തും സെയിം ആണ്. അപ്പൊ R+R ആണ് എന്ത്? ഡയമീറ്റർ. ഇനി സെക്കൻഡ് ആയിട്ടുള്ളത്, അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലെ. കറക്റ്റ് അല്ലേ? ഡയമീറ്റർ ഈസ് ലാർജസ്റ്റ് കോഡ്. അപ്പൊ സാറ് പറഞ്ഞു നേരത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആണ് ഇത് ലാർജസ്റ്റ് കോഡ്. കാരണം ഇതിലും വലിയൊരു കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഓക്കെ, 5th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് ഇത് പുതിയ അറിവായിരിക്കും. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കുക. ടെസ്റ്റിലൊന്നുമില്ല, പക്ഷെ എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യത കാണുന്നു. നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തും ചോദിക്കാം. സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് ചോദിക്കാനായിട്ടും സാധ്യത കാണുന്നു. അപ്പൊ നോക്കാം. ഇനി അടുത്തത് സെന്റർ ഓഫ് ദി സർക്കിൾ ലൈസ് ഓൺ ദി സർക്കംഫറൻസ്. എന്താണ് സർക്കംഫറൻസ്? ദി ഡിസ്റ്റൻസ് അറൌണ്ട് ദി സർക്കിൾ ഈസ് കോൾഡ് സർക്കംഫറൻസ്. എന്താണ്? ഡിസ്റ്റൻസ് അറൌണ്ട് ദി സർക്കിൾ. സർക്കിളിന് ചുറ്റുമുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കണ്ടോ സാർ വരയ്ക്കുന്നുണ്ടോ? സാർ വരച്ചതുപോലെ കണ്ടോ, ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കില്ലേ, സർക്കംഫറൻസ്. അതാണ് എന്ത്? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോ അത് സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് ലൈസ് ഓൺ ദി സർക്കംഫറൻസ്. ഇവിടെയാണോ സെന്റർ ഉള്ളത്? ഈ സർക്കംഫറൻസിലാണോ നിങ്ങൾക്ക് സെന്റർ കാണാൻ പറ്റുക? സെന്റർ എവിടെയാ? ഇതാണ് സെന്റർ അല്ലെ. ഒരു സർക്കിളിന്റെ സെന്റർ ഇതാണ്.
അല്ലാതെ ഇവിടെയാണോ സർക്കിളിന്റെ സെന്റർ കാണുക, ഇതാണോ സർക്കിളിന്റെ സെന്റർ? അല്ല. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ലാസ്റ്റ് വണ്ണാണ്. ദ റേഡിയസ് join the center to a point on the circle. റേഡിയസ് ജോയിൻ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു സർക്കിൾ വരയ്ക്കാം, എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ഇനി അതിന് റേഡിയസ് വരയ്ക്കുക, അല്ലെ? റേഡിയസ്. അപ്പൊ എന്താ പറയണ? ദ റേഡിയസ് ജോയിൻ ദ സെന്റർ ടു, അല്ലെ? എന്താണ്? സെന്റർ ടു, സാറ് വരയ്ക്കുന്ന പോലെ സെന്റർ ടു ഓൺ ദി സർക്കിൾ. കറക്റ്റ് അല്ലേ? ഇതേപോലെ നൂറ് വരച്ച ഒരു റേഡിയസ് കൊണ്ട് വരയ്ക്കാം. സെന്റർ ടു ഓൺ ദി സർക്കിൾ, സെന്റർ ടു ഓൺ ദി സർക്കിൾ. ദ റേഡിയസ് ജോയിൻ ദ സെന്റർ ടു ഓൺ ദി സർക്കിൾ. റേഡിയസ് ജോയിൻ സെന്റർ ടു ഓൺ ദി സർക്കിൾ. അങ്ങനെ എത്ര റേഡിയസ് സാറിന് വരയ്ക്കാൻ പറ്റും? എത്ര വരയ്ക്കാൻ പറ്റും? ഇനി വരയ്ക്കാം, അല്ലെ? എത്ര വേണമെങ്കിലും, ഇൻഫിനിറ്റി ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതേപോലെ റേഡിയസ് വരയ്ക്കാൻ പറ്റും. ഇത് നല്ലൊരു പാറ്റേൺ ആയി, അല്ലെ? ഓക്കെ, കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഒന്നുകൂടി പറയാം, ഇതിൽ ഏതൊക്കെ കറക്റ്റ് എന്ന് അറിയണം, അല്ലെ? കറക്റ്റ് ആയിട്ടുള്ളത് ഡയമീറ്റർ ഈസ് ടൈംസ് ദ റേഡിയസ്. കറക്റ്റ് ആണ്. അപ്പൊ അത് സാറ് പറഞ്ഞിരുന്നു, അത് കറക്റ്റ് ആണ്. റേഡിയസ് ബൈസ് റേഡിയസ് ആണ്, അല്ലെങ്കിൽ റേഡിയസിന്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ റേഡിയസ് ഇരട്ടിക്കുന്നതാണ്, ട്രൈസ് ആണ് എന്ത് നമ്മുടെ ഡയമീറ്റർ. ഇനി ഡയമീറ്റർ ഇസ് എ ലോങ്സ്റ്റ് കോഡ്, അതും കറക്റ്റ് ആണ്. ലോങ്സ്റ്റ് കോഡാണ് എന്ത്? ഡയമീറ്റർ. സെന്റർ ഓഫ് എ സർക്കിൾ ലൈസ് ഓൺ ദി സർക്കംഫറൻസ്. അപ്പൊ സെന്റർ എവിടെയാണുള്ളത്? സർക്കിളിന്റെ ഇൻസൈഡിലാണ്, അല്ലെ? അല്ലാതെ സർക്കംഫറൻസിലല്ല, ഓൺ ദി സർക്കിളിലല്ല. അല്ലല്ലോ? അല്ല. ഇനി റേഡിയസ് ജോയിൻ ദ സെന്റർ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ. റേഡിയസ് ജോയിൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ ജോയിൻ ചെയ്തത്? സെന്റർ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. അങ്ങനെ 1 ഉം 2 ഉം 4 ഉം എന്താണെന്ന് മനസ്സിലായി? കറക്റ്റ്. ഓക്കെ, അപ്പൊ ഡി ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് വരിക? മാച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? അടുത്തതിലേക്ക് പോവാം. ഇൻ എ സർക്കിൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നല്ല, റോങ് ആണ്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വരിക. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മളോട് ചോദിക്കണമെന്നുണ്ടോ? ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളോട് കറക്റ്റ് അല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറ്റില്ല. കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്താലാണ് അത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഓരോന്നോരോ വായിക്കാം. ദ ഡയമീറ്റർ ഈസ് ഓൾസോ കോഡ്. ഡയമീറ്റർ ഓൾസോ കോഡ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? ഡയമീറ്റർ ഈസ് എ ലോങ്സ്റ്റ് കോഡ്, അല്ലെ? അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാലോ, ഡയമീറ്റർ ലോങ്സ്റ്റ് കോഡാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ആവണം? ഒരു കോഡെങ്കിലും ആവണ്ടേ, അല്ലെ? ഒരു കോഡെങ്കിലും ആവണ്ടേ? അപ്പൊ കോഡാണ്. ഇനി അടുത്തത്, ഓൾ കോഡ്സ് പാസ് ത്രൂ ദി സെന്റർ. എല്ലാ കോഡ്സും എന്താണ്? സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. നോക്കാം. അപ്പൊ ആദ്യം സർക്കിൾ വരയ്ക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം. ഒരു സർക്കിൾ വരയ്ക്കുക, സെന്റർ ഉണ്ട്, സെന്റർ ഇത് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട്. ഇനി ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു കോഡ് വരച്ചു നോക്കാം, അല്ലെ? യെസ്. വേറൊരു കോഡ് വരയ്ക്കട്ടെ. ഇത് കോഡാണോ? അതെ, ഇത് കോഡാണ്, ഇത് കോഡാണ്, ഇതും കോഡാണ്. അപ്പൊ സാറിന് എത്ര കോഡ് വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ പാസ് ചെയ്യുന്നത് സെന്ററിലൂടെയാണോ? അല്ല. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളൂ? ലോങ്സ്റ്റ് കോഡിന് നമ്മൾ എന്ത് വെച്ചു? ഡയമീറ്റർ ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സെന്ററിലൂടെ പാസ് ചെയ്യുന്നു വെച്ചിട്ട് എല്ലാ കോഡും എന്തിലൂടെ പാസ് ചെയ്യണമെന്നില്ല, സെന്ററിലൂടെ പാസ് ചെയ്യണമെന്ന് ഇല്ല. ഇതും നമ്മുടെ ടെസ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അറിഞ്ഞു വെക്കാം. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ശരിയാണ്. ഓക്കെ. ഇനി എ സർക്കിൾ ഹാസ് ഓൺലി 2 കോഡ്സ്. ഒരു സർക്കിളിന് 2 കോഡേ ഉണ്ടാവുള്ളൂ? അല്ല. നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു സെന്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു, പിന്നെന്താണ്? കോഡുകൾ വരയ്ക്കും, അല്ലെ? കോഡുകൾ ഇങ്ങനെ വരയ്ക്കും, കുറെ കോഡുകൾ വരയ്ക്കാം. ഇതിന് എത്ര കോഡുകളുണ്ട്? കുറെ കോഡുകളുണ്ട്. അപ്പൊ ഒരു 2 കോഡ് മാത്രമാണോ? അല്ല, 2 കോഡൊന്നുമല്ല. എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പൊ സാറ് ലാസ്റ്റ് പറയാലേ ഏതൊക്കെയാണെന്ന് ഓടി.
ഇനി ഡയമീറ്റർ ഡിവൈഡ്സ് ദി സർക്കിൾ ഇൻടു 2 ഈക്വൽ ഹാഫ് സർക്കിൾസ്. ഇതും സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോ ഒരു സർക്കിൾ വരയ്ക്കാൻ അതിന് എന്തുണ്ട്, സെന്റർ ഉണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡയമീറ്റർ. അവരുടെ ഡയമീറ്റർ വേണം. അപ്പൊ ഡയമീറ്റർ വരയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും, 2 ഹാഫ് സർക്കിളാണ് നമുക്ക് കിട്ടുക എന്നാണ് അവർ പറയണേ. നമുക്ക് വരച്ചു നോക്കാം അല്ലെ. ഇതാണ് ഡയമീറ്റർ. അങ്ങനെ വരച്ചപ്പോ നമ്മൾ പറയില്ലേ, എനിക്ക് ഈ പകുതി വേണം. ഏത് സർക്കിൾ വരച്ചു തരാം, ആ സർക്കിളിൽ ഉള്ള പകുതി ആർക്ക് വേണം, എനിക്ക് വേണം. വേറെ സർക്കിൾ ഉള്ളത് അടുത്ത ആൾക്ക് വേണം. അങ്ങനെ ആ 2 സർക്കിൾ ഉള്ളതും ഹാഫ് ഹാഫ് അല്ലേ. അപ്പൊ പറഞ്ഞത് ശരിയാണ് അല്ലെ. ഒരു ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ, ആ സർക്കിളിൽ വരച്ചു കഴിഞ്ഞാൽ അത് ഹാഫ് ആയിട്ട് ഈക്വൽ ആയിട്ട് കിട്ടും. ഹാഫ് ആണ്, അത് ഈക്വൽ ആണ്, ശരിയല്ലേ. ഇനി അടുത്തത് അത് എനിക്കിപ്പോ ഇനി ഒരു പാരലോഗ്രത്തിന്റെ വയസ്സാണ് കേട്ടാ. അപ്പൊ പാരലോഗ്രാം വരയ്ക്കാൻ പറ്റുന്ന സാർ നോക്കട്ടെ. ഇല്ല, തൽക്കാലം നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാം. വേണ്ട അല്ലെ, നമുക്ക് റഫായിട്ട് വരയ്ക്കാം. ഒരു പിക്ചർ റഫായിട്ട് സാർ വരയ്ക്കുന്നുണ്ട്. ഇത് എന്താണ്, പാരലോഗ്രാം ആണ്. ഇതും ഒരു പാരലോഗ്രാം ആണ്. സോറി, ഇപ്പൊ തൽക്കാലം സാർ എന്ത് ചെയ്തു, പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് വരച്ച് അത് ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി സാറിന്, പാരലോഗ്രാം അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇത് പാരലോഗ്രാംസ് ആ കുട്ടികൾ വരയ്ക്കുക. നിങ്ങൾ വരച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് കിട്ടും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ശരിയാണല്ലേ. പക്ഷെ അത് 5 പഠിക്കുന്നില്ല, പക്ഷെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അത് സാറ് ഒന്ന് ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ മനസ്സിലാക്കേണ്ടവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചു വെക്കാം. പാരലൽ ആണ് 2 ലൈനും. എന്താണ്, ലൈനൊക്കെ നമ്മുടെ വരട്ട ബുക്കില്ലേ, അതെന്താണ്, പാരലൽ ആണ്. ഇപ്പൊ ഒരു റോഡ് വരയ്ക്കുക വിചാരിക്കും, റോഡ് അല്ലെ. അപ്പൊ അതെന്താന്ന് പറയാം, പാരലൽ ആണ്, ശരിയല്ലേ. ഒരേപോലെ സമാന്തരമാണ്. കൂട്ടിമുട്ടുവോ, ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ 2 ലൈന് പാരലൽ ആണ്. കാരണം ഇതുപോലെ കൂട്ടിമുട്ടില്ല. ഓക്കെ, അപ്പൊ അത് പാരലൽ ആണ്. അപ്പൊ ഇതേപോലെ പാരലലോഗ്രത്തിന്റെയും ലൈൻസ് എന്ത് തന്നെയാണ്, പാരലൽ ആണ്. ഇനി ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ഓൾവേസ് ഇന്റർസെക്ട് ഈച്ച് അതർ. നമ്മൾ റെക്ടാങ്കിൾ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗണൽ വരയ്ക്കാൻ പറ്റും അല്ലെ. ഡയഗണൽ വരയ്ക്കാൻ പറ്റും, അത് ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ അത് കറക്റ്റ് അല്ലേ സാർ പറഞ്ഞത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇതിന് 4 സൈഡുകളുണ്ട്, ശരിയാണോ. 4 സൈഡുകളുണ്ടോ, ഉണ്ട്. 1 2 3 4 അല്ലെ. എത്ര സൈഡ് ഉണ്ട്, 1 2 3 4. ഇതാണ് എന്ത്, സൈഡ്. സാർ വേണമെങ്കിൽ കളർ മാറ്റിയിട്ട് വരച്ചുതരാം. ഇതാ 1 2 3 4. ഓക്കെ, ഇനി അപ്പൊ അതും കറക്റ്റ് ആയിട്ട് സാറിന് മനസ്സിലായി അതെന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, അത് ടിക്കറ്റുണ്ട്. ഇനി ഓൾ 4 സൈഡ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 4 സൈഡാണ് ഇതിനുള്ളത്. ആ 4 സൈഡും എന്താണ് അവർ പറയുന്നത്, ഈക്വൽ ആണ്. അങ്ങനെയാണെന്ന് എടുക്കുന്നുണ്ടോ, വേറൊരു പാരലോഗ്രാം വരച്ചു നോക്കിയേ. ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും, ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കും. പക്ഷെ എല്ലാ സൈഡും ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ടോ, ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, ഇനി എവറി പാരലോഗ്രാം ഈസ് എ റെക്ടാങ്കിൾ. ഈ ഒരു പാരലോഗ്രാം റെക്ടാങ്കിൾ ആണോ, അല്ല. പക്ഷെ സാർ ഒരു പുതിയൊരു തോട്ട് പറഞ്ഞുതരാം, ഈ ഒരാള് എന്താണ്, പാരലോഗ്രാം ആണ്. കാരണം എന്താ നോക്കാം അല്ലെ. എന്തുകൊണ്ടാണ് അത് പാരലോഗ്രായി. ഒരു പിക്ചർ ആദ്യം റെക്ടാങ്കിൾ വരക്കി, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുന്നുണ്ടോ. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആണ്. കാരണം ശരിയാണ്, റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആണ്, കറക്റ്റ് ആണ്. ഓരോ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, പാരലൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, പാരലൽ ആണ്. നമ്മൾ റോഡ് വേണ്ട, ഇത് റോഡ് പോലെയല്ലേ ആണ്. അപ്പൊ അത് അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടുന്നില്ല. പക്ഷെ ഡയഗണൽസ് എന്താവുന്നുണ്ട്, കൂട്ടിമുട്ടും. റെക്ടാങ്കിളിന്റെയും ഡയഗണൽസ് എന്താവുന്നുണ്ട്, കൂട്ടിമുട്ടും. ഇതിന് 4 സൈഡാണ്, 1 2 3 4 4 സൈഡ് ആയിട്ടുണ്ട്. ഇനി എല്ലാ സൈഡും ഈക്വൽ ആണ്, പക്ഷെ ഈക്വൽ ആവണമെന്നില്ല. ഇതിന്റെയും എന്തല്ല, ഈക്വൽ ആവണമെന്നില്ല. അതുപോലെ
പാരലോഗ്രാം റെക്ടാങ്കിൾ ആവണമെന്നില്ല, പക്ഷെ എല്ലാ റെക്ടാങ്കിളും എന്താണ്, പാരലോഗ്രാം ആണ്. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ആൻസർ ശരിയായി? ഒന്ന് ശരിയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, diagonals of a parallelogram always intersect each other, it has the parallelogram have 4 sides, അതുപോലെ ലാസ്റ്റ് വൺ എവറി റെക്ടാങ്കിൾ ഈസ് പാരലോഗ്രാം. അപ്പോൾ ഇതുപോലെ ഇതേ രീതിയിൽ പഠിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും